തുല്യം. എത്രയോ ഇടത്ത് വേദാന്തശാസ്ത്രത്തിൽ വിശകലനം ചെയ്യുന്നു. സ്വപ്നവും ജാഗ്രതയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതാലോചിച്ചു നോക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ പറയുക. ഒരു വ്യത്യാസവുമില്ല. അതങ്ങനെയല്ല സാർ, സ്വപ്നം കുറച്ച് സമയമല്ലേ കാണുന്നുള്ളൂ. ആര് പറഞ്ഞു? നിങ്ങൾ ഉണരുമ്പോ കുറച്ചു സമയമേ കണ്ടുള്ളതെന്ന് തോന്നും. പക്ഷെ സ്വപ്നം കാണുമ്പോ എത്രയോ കൊല്ലം ജീവിച്ചതായും പല പല കാര്യങ്ങൾ ചെയ്തതായും ഒക്കെ അല്ലേ സ്വപ്നം കാണുന്നത്. കാലവും ദേശവും പോലും സ്വപ്നത്തിൽ പുതുതായി ഉണ്ടാകുന്നു. പുതുതായി കാണുമ്പോൾ എല്ലാം സത്യം. ജാഗ്രത്തിൽ കാണുമ്പോലെ പൂർണ്ണ സത്യം സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ ആരെങ്കിലും ഇത് സ്വപ്നമാണ് എന്ന് ചിന്തിക്കാറുണ്ടോ? ഗംഭീരമായ അനുഭവം. അതാണല്ലോ പട്ടി കടിക്കാൻ ഓടിച്ചു. പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ടരല്ലേ അടുത്ത് കിടക്കുന്നയാളെ, എന്താണ് നിലവിളിക്കുന്നത്? അതൊരു പട്ടി എന്നെ കടിക്കാൻ ഓടിച്ചു. സ്വപ്നമാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? എല്ലാം തുല്യം. വാസ്തവത്തിൽ ഭഗവാൻ ജാഗ്രത്തിന്റെ ഭ്രമത്വം നമ്മെ പഠിപ്പിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സ്വപ്നം. അതാണ് ഭാഗവതത്തിലും മറ്റും രഘുഗണനോട് ഭരതൻ ചോദിക്കും. രഘുഗണ ചക്രവർത്തി, എടോ ഇയാൾക്ക് ഇത്രയും നാള് സ്വപ്നവുമായി താരതമ്യപ്പെടുത്തി ഈ ഉണർന്നിരിക്കുമ്പോൾ ഉള്ളതൊക്കെ ഭ്രമമാണെന്ന് ചിന്തിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ ജീവിതം മുഴുവൻ യാഗം നടത്തി, വലിയ വലിയ യാഗങ്ങൾ, ആഘോഷങ്ങൾ. പക്ഷെ സ്വപ്നവുമായി താരതമ്യപ്പെടുത്തി ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഭ്രമമാണ് എന്നെന്തുകൊണ്ട് ഇയാൾ ഇതുവരെ ചിന്തിച്ചറിഞ്ഞില്ല? അതാണ് ഭരതൻ ചോദിക്കുന്ന ചോദ്യം. സ്വപ്നേ നിരുക്ത്യ ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലേ? അതുപോലെ ഈ ജാഗ്രത അനുഭവവും ഉപേക്ഷിക്കേണ്ടതാണ് എന്നെന്തുകൊണ്ട് ചിന്തിച്ച് വിലയിരുത്തിയില്ല? അത് ചിന്തിച്ച് വിലയിരുത്തിയിട്ട് ഉപേക്ഷിക്കൂ. ജാഗ്രതത്തിനെ എങ്ങനെ ഉപേക്ഷിക്കണം? പലത് കാണുന്നത് ഒന്നെന്ന് തീരുമാനിച്ച് ഉപേക്ഷിക്കണം. കാണുന്ന ഓരോന്നിലും ബ്രഹ്മത്തെ തന്നെ കാണുക, സമയെ ആശ്രയിക്കുക. അതാണ് അനുദിനം ഇങ്ങനെ രണ്ടും ആദി മായാവനിതയിൽ നിന്ന് വെറും മായ വനിത ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ഉണ്ടെന്ന് തോന്നിക്കുന്നു.